പറയാണ്, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾപ്പിൻ, നന്മ അനുഭവിപ്പിൻ, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു കൊള്ളുവിൻ. അപ്പോൾ എന്താണ്, നിങ്ങൾ ഇങ്ങോട്ട് വാ. ഇത്രയും നാൾ നിങ്ങൾ അവിടെ എല്ലാം കറങ്ങിയില്ലേ, പാരമ്പര്യവും പൗരോഹിത്യവും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ സകല പിന്നെ എന്താണ് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ അമ്പലം ഒന്നല്ല, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ്, ഒരു കൂടാരമാണ്. നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം പോയി എല്ലാത്തിനും വണങ്ങിയില്ലേ? നിങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ബൈബിൾ നമ്മളുടെ അനുവാദമില്ലാത്ത ഒത്തിരി രൂപങ്ങളുടെ മുമ്പിൽ പോയി നിങ്ങൾ തൊഴുതില്ലേ? അതിനുവേണ്ടി നിങ്ങൾ പെരുന്നാളും തിരുനാളും, യേശുക്രിസ്തുവിന്റെ അല്ലല്ലോ പെരുന്നാൾ മറ്റു കാര്യങ്ങൾക്ക് നാമത്തിനല്ലേ. മറ്റ് നാമങ്ങളുടെ പെരുന്നാളും ബാബുകളും ശബ്ബത്തുകളും പാരമ്പര്യങ്ങളും എല്ലാം നിങ്ങൾ നൂറ്റാണ്ടുകൾ ആഴ്ച വന്നില്ലേ? നിങ്ങൾക്ക് തൃപ്തി വന്നോ? ഇല്ലല്ലോ. അപ്പോൾ പറയാണ്, അതെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് വാ, എൻ്റെ അടുക്കലേക്ക് വാ. ഇത്രയും പണം മുടക്കി സമയം കളഞ്ഞു ഒരു പ്രയോജനമില്ല. അപ്പോൾ എൻ്റെ അടുക്കലേക്ക് വന്നാൽ സൗജന്യമായിട്ട് ഞാൻ തരുന്നത്, നീതീകരണ സൗജന്യമാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവം. അപ്പം എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നന്മ കിട്ടും. എന്നിട്ട് പറയാണ്, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചു വെച്ചാൽ നിങ്ങളുടെ വയർ നിറച്ച് ഭക്ഷിക്കാൻ തരാമെന്ന്. ഇത്രയും നാളും അപ്പമല്ലാതെ തന്നെ പൈസ എല്ലാം കൊടുത്തേ. വിശന്നിരിക്കുമ്പോഴേ ഈ അപ്പം പോലെ ഏതാണ്ട് കണ്ണാടിയെല്ലാം മേടിക്കാതിരുന്ന് കാണുക. ഞാനുള്ള ദുട്ടെല്ലാം കൊടുത്ത് അത് മേടിച്ച് തന്നപ്പോൾ തിന്നാൻ കൊള്ളാത്ത വേറെ രണ്ട് പാഴ്വസ്തു ആണെങ്കിൽ എന്തൊരു നിരാശ. ഇതല്ലേ നമ്മൾ അനുഭവിക്കുന്നത്.